സെയിൻ വേൾഡിൻ്റെ ബ്യൂട്ടിഫുള്ളായ നാച്ചുറൽ വ്ളോഗിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുതിയ ചെടിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്കെൻ്റെ ചെടികളെയൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരാഴ്ച ഫുള്ളായിട്ട് ചെടിച്ചട്ടികൾ പെയിൻ്റ് അടിക്കുന്ന തിരക്കിലായിരുന്നു. മഴക്കാലമൊക്കെ കഴിഞ്ഞ് ചട്ടികളൊക്കെ ചീത്തയായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിനുശേഷം എൻ്റെ ഇൻഡോർ പോട്ടുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സുന്ദരികളായി വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളൊക്കെ ഉണ്ട്. പുതിയ ഒരു അതിഥിയാണ്, കൊങ്ങിണി ചെടിയാണിത്. ഞാനിങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. എങ്ങനെയാവുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ഇതും പുതുതായി നട്ട് വളർന്നു വരുന്ന ഒരു ഫ്ലെയിം വയലറ്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട്. ഇത് പുതിയ പൂവ് വന്നതാണ്. ഇനിയുള്ളവരൊക്കെ പുതിയതാണ് കേട്ടോ. ഇവരൊക്കെ ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്ത് പുതുതായി നട്ടുപിടിപ്പിച്ചതാണ്. ഇത് ഇൻഡോറിലാണ്, ഫിലോഡൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഈ ഒരു ഭാഗത്ത് ജമന്തി ടൈപ്പുകളാണ് നട്ടു കൊടുത്തിട്ടുള്ളത്. യൂഫോർബിയയുടെ ഭംഗി പിന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അഗ്ലോണിമാസൊക്കെ ഉഷാറായിട്ട് വരുന്നുണ്ട്. പോട്ടൊക്കെ പെയിൻറ് ചെയ്തപ്പോൾ അവരെ കാണാൻ തന്നെ ഒരു ഭംഗി കൂടിയിട്ടുണ്ട്. വേനൽക്കാലത്ത് യൂഫോർബിയയുടെ ഭംഗി നമ്മൾ പറഞ്ഞറിയിക്കേണ്ടതില്ല. നിറയെ പൂക്കളുണ്ടാവും. ഇനി പുതിയ ചെടി പറയാൻ പോകുന്നത് മാരിഗോൾഡാണ്. മല്ലികപ്പൂവ് എന്നൊക്കെ നമ്മളിതിന് പറയും. പണ്ടൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന മല്ലികപ്പൂവിന് നല്ല ഹൈറ്റ് വെക്കുമായിരുന്നു. എന്നാൽ ഈ ഒരു മല്ലികപ്പൂവ് അങ്ങനെയല്ല, മിനിയേച്ചർ ടൈപ്പാണെന്ന് കണ്ടാൽ തോന്നും. അതുപോലെ കുറ്റിയായി വളരുന്നൊരു മല്ലികപ്പൂവാണിത്. നല്ല റെഡും യെല്ലോയും ഒക്കെ ചേർന്ന് കുറ്റിയായാണ് ഈ മല്ലികപ്പൂവ് വളരുന്നത്. ഒരുപാട് പൂക്കളും തരുന്നുണ്ട്. പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ഈ ഒരു മല്ലികപ്പൂവ്. മല്ലികപ്പൂവിനെ നമുക്ക് കമ്പ് കുത്തിയും വളർത്തിയെടുക്കാം. ഇളം തണ്ടുകൾ പൊട്ടിച്ചെടുത്ത് നമ്മൾ മണ്ണിൽ കുത്തിയും വെള്ളത്തിലിട്ടൊക്കെ നമുക്ക് മല്ലികപ്പൂവിനെ വേര് പിടിപ്പിക്കാം. മല്ലികപ്പൂവിന് ഞാൻ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയിട്ടുള്ളത് ചകിരി പൊടിയല്ല, ഇതുപോലെ ചകിരി ചതച്ച രീതിയിൽ ചകിരിയും പിന്നെ നമ്മൾ മണ്ണും കുറച്ച് കരിയിലയും കമ്പോസ്റ്റും ഒക്കെ കൂടെ ചേർത്തൊരു മിശ്രിതവും കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചേർക്കുന്നത് ചാണകപ്പൊടിയാണല്ലോ. ആ ഒരു ചാണകപ്പൊടി ഞാൻ ചെടി നട്ട് ഏകദേശം ഒന്ന് പിടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാമെന്നാണ് ചിന്തിച്ചത്. അങ്ങനെ ഞാൻ ഈ പോട്ടിംഗ് മിക്സൊക്കെ തയ്യാറാക്കി നല്ലൊരു വട്ടമുള്ള പോട്ടിൽ ഒരു 3 ചെടികൾ ഒന്നിച്ചായിരുന്നു നട്ടിരുന്നത്. പിന്നീട് ഈ ചെടി വളർന്ന് ഞാനിതിൽ നിന്ന് കമ്പ് മുറിച്ച് ഒരുപാട് തൈകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയോടെ തന്നെ നല്ല ഫ്ലവറിങ്ങുമായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ടത്. പ്രത്യേകിച്ചൊരു കീടബാധയോ അതുപോലെ വേര് ചെയ്യലോ ഒന്നും വരാത്തൊരു ചെടി തന്നെയാണ് നമ്മുടെ മാരിഗോൾഡ്. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റികൾ നമുക്ക് വിപണിയിൽ ഇപ്പോൾ ലഭ്യമാണ്. എന്നാൽ ചെറുതും വലുതുമായ പ്ലാന്റുകളുണ്ട്. ഈ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞിൽ തന്നെ പോയിട്ട് വളരുന്നൊരു ചെടി ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഗാർഡനിൽ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് പുതിയതായി പരിചയപ്പെടുത്തിയ മാരിഗോൾഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇനിയും ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്തിടുക. ഇനിയും പുതിയ വീഡിയോസുമായി വരുന്നത് വരെ എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി, നമസ്കാരം.